അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ ഓട്ടോമാറ്റിക് തൂത്തുവാരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ കട്ടി കൂടിയൊരു തൂത്തുവാരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൗണ്ട് ടൈപ്പ് ഒരു ബ്രഷ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി PVC ഷീറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു L ഷേപ്പിലൊരു ക്ലാമ്പ് നിർമ്മിച്ചെടുക്കാം. ഇതിലത്തെ 2 ക്ലാമ്പ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ക്ലാമ്പിനകത്ത് നണ്ട് ഇതുപോലെ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഈ ക്ലാമ്പ് രണ്ടും നണ്ട് ഇതേ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് തൂത്തുവാരിയിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡിലെ ക്ലാമ്പ് നമ്മൾ ഇതുകൊണ്ട് തൂത്തുവാരി സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ക്രൂവിൻ്റെ അധികം നിൽക്കുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ ബ്രഷിൻ്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ശകലം നീളം കുറച്ച് കൊടുക്കാം. എത്രയാണോ നമ്മൾ എടുത്തേക്കുന്ന തൂത്തുവാരിയുടെ നീളം അത്രയും നീളം തന്നെ മതി നമ്മുടെ ഈ ബ്രഷിനും. ഇനി ഇതിൻ്റെ അടിപൊളിയായിട്ട് ഞാൻ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പുറം ഇപ്പുറം. ഇവിടെ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഹോളിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷിൻ്റെ കമ്പി ഇതിനകത്തൂടെ കയറി സ്മൂത്തായിട്ട് ഇടുന്ന കറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഒരു ഹോൾ ഇടാൻ പോവാണ്. അത് ഇച്ചിരി വലിയ ഹോളാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ ഈ 2 സൈഡിൽ ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. ഈ സൈഡിൽ അല്പം വലിയ ഹോളും ഈ സൈഡിൽ അല്പം കുഞ്ഞു ഹോളുമാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ബ്രഷ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രഷിൻ്റെ ഒരു സൈഡ് നമുക്ക് ആദ്യം ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് അപ്പുറ സൈഡ് ഇറക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ 2 സൈഡും ഇറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ബ്രഷ് നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ഇതിനോട് മുട്ടില്ലെന്ന് പറയുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് കൂടെ കയറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ബ്രഷ് കറങ്ങാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇതിലത്തെ ഗിയർ മോട്ടറാണ്. ഈ ഗിയർ മോട്ടറോടെ വെച്ച് കൊടുക്കാനുള്ള പരുവത്തിലാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്തോടെ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ട് വിടുന്നോളും. ഗിയർ മോട്ടർ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതും കറങ്ങിക്കോളും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് മെക്കാനിസം സെറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഗിയർ മോട്ടർ ഇവിടെ ഉറപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മോട്ടറും നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് നമുക്ക് ഇതിനകത്ത് കയറി കിടക്കണം. അപ്പോൾ ഈ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മൂത്തായിട്ട് കയറി കിടക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കറക്റ്റ് സ്മൂത്തായിട്ട് ഇത് കയറി കിടക്കും. ഇനി ഈ പൈപ്പിനകത്ത് കറക്റ്റ് മുറുകിയിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ ഗണ്ണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഇട്ട് ഉറപ്പിച്ചെടുത്തൊക്കെ നല്ല ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഔട്ട് ഉണ്ട് ഇതിലത്തെ ഒരു ടീ കൂടെ കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ഇതിന് നേരെ ഇങ്ങനെ വരുന്ന രീതി വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് നേരെ ആയിരിക്കണം ഇതിങ്ങനെ നോക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊരു ഹോൾട്ട് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മോട്ടറിൻ്റെ വയർ കയറി വരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടറിലോട്ട് 2 വയർ ഇതുകൊണ്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ആ മോട്ടറിൻ്റെ വയർ സോൾഡ് ചെയ്തെടുത്ത് ഈ സൈഡിൽ കൂടെ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഹോളിൽ കൂടെ എടുത്ത് വെളിയോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഇച്ചിരി നീളമുള്ളൊരു പൈപ്പാണ്. ഈ പൈപ്പിനകത്തൊരു ചെറിയ ഹോൾട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൂടെ ഈ വയർ കയറ്റിയിട്ട് നമുക്ക് പൈപ്പ് കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വയർ നമുക്ക് ഈ ഒരു ഹോളിൽ കൂടെ പുറത്തോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ആ ഹോളിൽ കൂടെ വയർ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിയും അതുകൊണ്ട് ചാർജ് മുഴുവൻ സ്വിച്ചും എല്ലാം ഈ ഒരു പൈപ്പിനകത്ത് കൊടുക്കണം. അതിലൂടെ ഈ പൈപ്പിനകത്ത് ഇരിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുകൊണ്ട് ചെറിയൊരു PVC പൈപ്പ് വെച്ചൊരു കണ്ടെയ്നർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ കണ്ടെയ്നറെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ PVC പൈപ്പിന് മണ്ടയ്ക്കോട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ചാർജിങ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവിനെ നമുക്ക് സ്വിച്ചിൻ്റെ ഒരു ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് മോട്ടറിൽ നിന്ന് വരുന്നൊരു വയർ നമുക്ക് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ മോട്ടറിൽ നിന്ന് അടുത്ത വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ലെഗുമായിട്ടും കണക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചാർജിങ് മൊഡ്യൂളിൻ്റെ ചാർജ് ചെയ്യുന്ന സെക്ഷനിൽ നിന്നുള്ള വയറോട് നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇവിടെ നമുക്ക് പൊളാരിറ്റി തെറ്റാൻ പാടില്ല. പോസിറ്റീവ് നെഗറ്റീവ് കൃത്യമായിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് കയറ്റി കൊടുക്കാം. അതിന് സ്വിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിങ് ഈ ഒരു പിന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് നമുക്ക് വെളിയിൽ ഈ ഒരു ചാർജിൻ്റെ പിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സ്ട്രാ ഒരു പിൻ എടുത്ത് വെള്ളോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ചാർജ് ചെയ്താലും നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ആവും. ആ പിന്നാണിത്. ഇതൂടെ നമുക്ക് ഇതിനകത്ത് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാർജിങ് മൊഡ്യൂളും ബാറ്ററിയോട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പഴയ കണക്കന്നെ ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മളതും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സോ ഗായ്സ്, നമ്മളങ്ങനെ ഇത് പണിതെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ എടുക്കുന്ന തൂത്തുവാരി അല്പം വലുതായിരിക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന തൂത്തുവാരി വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ഈ ഇവിടുന്ന് വരുന്ന അഴുക്കൊക്കെ ഇതിനകത്തുനിന്ന് തെറിച്ച് വെള്ളോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു കോണളവ് അതും തെറ്റാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നേരെ നിന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഒരു ശകലൂടെ നേരെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിച്ചിരി മുന്നോട്ട് കൈ വെച്ചിട്ട് നമുക്ക് ഇത് പിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.